ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രിവാൻഡ്രത്താണെങ്കിൽ ഇഷ്ടംപോലെ നോൺ വെജ് ഹോട്ടലുണ്ട്. പക്ഷേ നാടൻ വിഭവങ്ങൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ബാക്കിൽ കാണുന്ന മന്നൻ ഹോട്ടലിലോട്ട് വന്നാൽ മതി. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്തുള്ള ഫേമസ് ആയിട്ടുള്ള നാടൻ ചിക്കൻ വെറൈറ്റീസ് കൂടുതലായിട്ടുള്ള മന്നൻ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. എന്തൊക്കെ ഐറ്റംസിലുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. അതേ കൂട്ടി തന്നെ നമുക്ക് നല്ല കിടിലൻ ചിക്കൻ്റെ നാടൻ ചിക്കൻ്റെ ലിവറും ഉണ്ട്, മുട്ടയുണ്ട്. മുട്ട കഴിഞ്ഞിട്ട് നമുക്ക് നാടൻ ചിക്കൻ്റെ പെരട്ടും ഉണ്ട്, മുട്ടയും ഉണ്ട്. നാടൻ ചിക്കൻ്റെ തോരനുണ്ട്, തോരൻ. നാടൻ ചിക്കൻ്റെ വരട്ടുണ്ട്. ബീഫിൻ്റെ ഡ്രൈ ആയിട്ടുള്ളതുണ്ട്, ബീഫ് റോസ്റ്റും ഉണ്ട്. ഇത് കൂടുതലായിട്ടും വെളിയിലാണെങ്കിൽ ഓർഡർ ചെയ്ത് കൊടുക്കുന്ന ഐറ്റംസ് ആണ്. പുട്ടുണ്ട്, പൊറോട്ട ഉണ്ട്, ഒരട്ടയുണ്ട്, ഇടിയപ്പം ഉണ്ട്, പിന്നെ അപ്പം ദോശയൊക്കെ ഉണ്ട്. ഒരട്ടയാണെങ്കിൽ ഇവിടെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു മേക്കിങ്ങിലാണ്, അതുകൊണ്ട് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് പുട്ട് എടുത്തിട്ടാണെങ്കിൽ നാടൻ കോഴിയുടെ പെരട്ട് ചെറിയൊരു പീസ് എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചെറിയ പീസൊന്നുമില്ല ഗൈസ്, വേണ്ട. ഗ്രേവിയൊക്കെ ഒരു രക്ഷയില്ല, സൂപ്പർ സംഭവം. ഗ്രേവി മാത്രം കഴിക്കണം. അതിൻ്റെ മുട്ട, ആ മുട്ട കണ്ട അതിൻ്റെ വെയിനൊക്കെ കാണാൻ വേണ്ടി പറ്റും. അതിങ്ങനെ പതുക്കെ വെച്ചിട്ട് പുട്ടും ചിക്കൻ്റെ തോരനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ കുറച്ച് പുട്ടും എടുത്തതിന് ശേഷം കുറച്ച് തോരനും കൂടെ എടുക്കണം. നാടൻ ചിക്കൻ്റെ തോരനുണ്ട്. ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ പീസും അതിൻ്റെ ചെറിയ രീതിയിലുള്ള എല്ലാം കൂടെ ഉണ്ട് കേട്ടോ. കുളം നാടൻ ചിക്കൻ്റെ വരട്ടും പൊറോട്ടയാണ്. നാടൻ പൊറോട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ കൂടെയും കോമ്പിനേഷൻ വരുന്ന ഒരു ഫുഡാണ്. നമ്മുടെ കേരളത്തിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡാണ് പൊറോട്ട. ഓക്കെ, ആ ചൂട് പൊറോട്ടയും നാടൻ ചിക്കൻ്റെ വരട്ടും, നാടൻ ചിക്കൻ്റെ വരട്ടും കൊടുത്താ ഇതുപോലെ വയ്ക്കണം കേട്ടോ. നാടൻ ചിക്കൻ്റെ വരട്ടതാ. ഇടിയപ്പവും നല്ല നാടൻ കോഴിയുടെ ലിവറും മുട്ടയാണ്. അതാ കണ്ട, നാടൻ കോഴിയുടെ ലിവർ നാടൻ കോഴിയുടെ മുട്ട ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സാധനമാണ് നാടൻ കോഴിയുടെ മുട്ടയാണ്. അതെങ്ങനെ കഴിക്കണം, ലിവർ മാത്രം തികയും. ഇനി അടുത്ത കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇടിയപ്പം ഇങ്ങനെ എടുക്കുക, ലിവറും കുറച്ച് മസാലയും ചേർത്തിട്ട് ബീഫ് ഡ്രൈ ആയിട്ടുള്ളതും കൂടുതലും വിദേശത്തൊക്കെ ആണെങ്കിൽ ഓർഡർ ചെയ്ത് പോകുന്നതും ഈ ഒരു ബീഫ് ഡ്രൈ ആണ്. 3-4 ദിവസമൊക്കെ ചുമ്മാ ഇരിക്കും. ഓക്കെ, അതാണെങ്കിൽ നമ്മുടെ നാടൻ കേരളത്തിൻ്റെ ദേശീയ ഭക്ഷണമായിട്ടുള്ള പൊറോട്ടയും ബീഫ് ഡ്രൈയും കൂടെ ഇങ്ങനെ എടുത്തിട്ട് കണ്ട സൂപ്പർ കണ്ടാ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. നമ്മുടെ കേരളത്തിലുള്ള എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ബീഫ് റോസ്റ്റും പൊറോട്ടയും കൂടെ ചേർത്ത് കഴിക്കാനാണ്. അത് പല രീതിയിൽ കഴിക്കുന്നവരുണ്ട്. ഇതുപോലെ സോഫ്റ്റായിട്ട് കണ്ട, ഇതുപോലെ സോഫ്റ്റായിട്ട് തട്ടണം. കുറച്ച് മതി തട്ടണം. ഓക്കെ, ഇങ്ങനെ തട്ടിയതിന് ശേഷം എന്ത് ചെയ്യണം, പതുക്കെ ഒരു പീസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. സോഫ്റ്റായിട്ടുള്ള ഒരു പീസ്. ഇത് ബീഫ് റോസ്റ്റ് എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. എന്നിട്ട് ഇങ്ങനെ പതുക്കെ റോൾ ചെയ്യണം. പതുക്കെ ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഈ ഒരട്ടി
വരട്ടിയുടെ കൂട്ടത്തിലാണെങ്കിൽ ചിക്കൻ പെരട്ടും കൂടെ ചേർത്ത് കഴിക്കണം. ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും. കുറച്ചിതാ ഇതുപോലെ സോഫ്റ്റായിട്ട് ഇതിലോട്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം എന്താ ഈ വരട്ടിയും ഈ ചിക്കൻ പെരട്ടും കൂടെ ഇതുപോലെ റോൾ ചെയ്യുക. എന്താ റോൾ ചെയ്തതിന് ശേഷം കപ്പയിലുള്ളതാ ബീഫ് റോസ്റ്റും കൂടെ ഇങ്ങനെ കപ്പ എടുക്കുക. കപ്പ എടുത്തിടുക ഇതുപോലെ ബീഫ് റോസ്റ്റിങ് ഇങ്ങനെ തട്ടുക. അല്ല ഇങ്ങനെ തട്ടിയിടുക. ഇങ്ങനെ കപ്പയൊക്കെ എടുത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ചെറിയൊരു ബീഫ് റോസ്റ്റും എടുത്തതിന് ശേഷം എന്താ സംഭവം പൊളി. ഇതിൻ്റെ ഒരു മസാലയുടെ ഒരു ടേസ്റ്റാണ് കഴിക്കുന്നത്. രാവിലെ കട ഇല്ല. ഉച്ചയ്ക്ക് വന്നിട്ട് നാടൻ ഊണ്, മീൻ വറുത്തത്, നാടൻ ചിക്കൻ കറി, പോത്ത് റോസ്റ്റ്, പെറോട്ട. വൈകുന്നേരം ഞങ്ങൾക്ക് നാടൻ ചിക്കൻ പെരട്ട്, നാടൻ ചിക്കൻ വരട്ട്, നാടൻ ചിക്കൻ തോരൻ, പോത്ത് റോസ്റ്റ്, ഇടിയപ്പം, ചപ്പാത്തി, പെറോട്ട, പുട്ട്, ഓറട്ടി. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് വൈകിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ ഈ നാടൻ ചിക്കൻ വരട്ട് ഗൾഫിൽ കൊണ്ടുപോകാനായിട്ട് പ്രത്യേകം പറയുന്ന ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ പോത്തും വരട്ടി ഗൾഫിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കും. അതുപോലെ ബീഫും ചെയ്തു കൊടുക്കും. ഞങ്ങളുടെ ലൊക്കേഷൻ വന്നിട്ട് കുളത്തൂർ ശ്രീകാര്യ റോഡിൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. ഞങ്ങൾക്ക് രാവിലെ 11:30 തൊട്ട് ഷോപ്പ് ഓപ്പൺ ആണ്. രാത്രി ഒരു 9-9:30 വരെ ഞങ്ങൾ ഷോപ്പ് ഓപ്പൺ ആണ്. പിന്നെ ഞങ്ങൾക്ക് വേറെ ബ്രാഞ്ചുകളൊന്നും തന്നെ ഇല്ല. കുളത്തൂർ ജംഗ്ഷനിൽ നിന്ന് ശ്രീകാര്യം പോകുന്ന വഴിയിലാണ് ഹോട്ടൽ മന്നൻ ഉള്ളത്.